നിങ്ങളെല്ലാവരെയും തൃശ്ശൂർ മാനസിക രോഗ ആശുപത്രിയിലേക്ക് പോകാത്തവരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ഊരുകളിൽ പോകാത്തവരുണ്ടെങ്കിൽ അവരെ അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ വന്ന് താമസിച്ച് കണ്ടു പോകാൻ ക്ഷണിക്കുന്നു. മൂന്നാമതായി, ഗാന്ധിജി 10 വർഷക്കാലം നിന്ന് പ്രവർത്തിച്ച, അവർ താമസിച്ച് പ്രവർത്തിച്ച വാർധയിലെ സേവാഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതിന് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നതാണ്. ഞങ്ങളെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് തൃശ്ശൂർ ലയൺസ് ആൻഡ് ഫ്രണ്ട്സ് ചാരിറ്റബിൾ മെഡിക്കൽ സൊസൈറ്റി ഈ പരിപാടികളിൽ ക്ഷണിച്ച അതിൻ്റെ കോർഡിനേറ്റർ ഡോക്ടർ ബ്രഹ്മദത്തിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. വെറും 5 മിനിറ്റാണ് സംസാരം. 5 മിനിറ്റ് കൂടിയാൽ ദയവായി അവിടെ ഇരിക്കുന്നവർ എന്നോട് ഇങ്ങോട്ട് പറയണം, 5 മിനിറ്റായി എന്നിങ്ങോട്ട് പറയണം. ഞാൻ വേണേൽ 3 മണിക്കൂർ പ്രസംഗിക്കാം, അതിലേക്കില്ല. പ്രസംഗം തുടങ്ങാൻ പോകണല്ലോ. മറ്റേ നിങ്ങൾ ക്ഷണിക്കുക ചെയ്തത് 3 സ്ഥലത്തേക്കും. കണ്ടാലേ മനസ്സിലാവുള്ളൂ. ആദ്യം പെണ്ണിനെ കാണണം, പോയിട്ട് പെണ്ണിനെ കാണണം, പെണ്ണ് ഇത് പറ്റുമെന്നുള്ളത്. അപ്പൊ പെണ്ണുങ്ങൾ പറയും ആണിനെ കാണണം. അപ്പൊ കാണാൻ വേണ്ടി ആദ്യം ഇത് എന്താന്ന് കാണണമെങ്കിൽ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എന്റെ സംസാരം തുടങ്ങുകയാണ്. ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആശ്രമത്തിന് മുമ്പില്, ടൈം കൗണ്ട് ചെയ്യും, ഒന്ന് നോക്കുക. ആശ്രമത്തിന് മുമ്പില്, വീടിന് മുമ്പിൽ നേരെ ഒരു ചെറിയ വീട് വെച്ചു. അവിടെ ഒരു ശാസ്ത്രികൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മറക്കാതിരിക്കാനാണ്. അദ്ദേഹത്തിന്റെ ഒരു പാച്ചുരി ശാസ്ത്രികൾ. അത് കുഷ്ഠരോഗമാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ കുഷ്ഠരോഗം എന്ന് ഓർക്കണം. അദ്ദേഹത്തെ കാലത്ത് ശുശ്രൂഷിക്കും. ആ വ്രണങ്ങളിലൊക്കെ മരുന്ന് വെച്ച് കഴുകി വൃത്തിയാക്കി കെട്ടും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആശ്രമത്തേക്ക് വരും. നേരെ വീടിന്റെ മുമ്പിലാട്ടും. അത് കണ്ടപ്പോൾ ആരും അങ്ങോട്ട് കുഷ്ഠരോഗിക്കാൻ തൊടില്ല. ആരും കുഷ്ഠരോഗി തൊഴില്ല. അദ്ദേഹം ആ ആശ്രമത്തിലെ ആളുകളെല്ലാം വന്ന് ശീലിച്ചു. ആദ്യം ചെയ്ത് കാണിച്ചു കൊടുത്തു അദ്ദേഹം. ഇതാണ് ഗാന്ധിജി. അപ്പൊ നിങ്ങളെ അവിടേക്ക് ക്ഷണിക്കും. പിന്നെ നാരായണഗുരുവിന്റെ കൃതിയില് ഇവിടെ പറഞ്ഞ സംഗതി വെറും 5 അക്ഷരമുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ വായിക്കില്ല. എന്തൊക്കെയാണെങ്കിൽ വേണ്ടവ, എനിക്കൊരു പ്രസംഗിക്കുമ്പോൾ എത്ര പേർ ശ്രദ്ധിക്കുന്നത് ഞാനും കോളേജിൽ പഠിച്ചതാണ്. കോളേജ് ക്ലാസ് ഞാൻ ഇരിക്കാറില്ല, ക്ലാസ് കട്ട് ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വരികളുണ്ടല്ലോ, വായിക്കുന്നില്ല. 5 അക്ഷരം പറഞ്ഞിട്ടുള്ളൂ. ഈ അനുകമ്പാ ദശകം എന്ന് പറഞ്ഞ് വെറും 5 അക്ഷരം. അതാണ് എത്ര വേണമെങ്കിൽ പ്രസംഗിക്കാം. അനുകമ്പാ ദശകമുണ്ട്. അനുകമ്പാ ദശകം ഉണ്ട്. അതിൽ 5 അക്ഷരമാണ് പറഞ്ഞിരിക്കുന്നത്. ആ 5 അക്ഷരം വേണ്ടവർക്ക് ഞാൻ ആ പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. മനസ്സിലായോ? ആ പുസ്തകം കൊണ്ടുവന്നിട്ട് ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് വേണ്ടവരുണ്ടെങ്കിൽ മാത്രം ഒരൊറ്റ 5 അക്ഷരം എഴുതിയെടുക്കണം. ഇവിടെ പ്രസംഗിച്ച കാര്യമില്ല. കാരണം പ്രസംഗം കുറെ കേട്ടോണ്ടാ പറഞ്ഞു. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് ആ പുസ്തകം, പിന്നെ ഗാന്ധിയുടെ ആശ്രമം, ഇത് കാണാനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് സമയമായോ മാഷെ? സമയമില്ല. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.